بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما ورد الله الذي السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما على إبراهيم وعلى آل إبراهيم حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد خير الكلام كلام الله وخير الهدي محمد صلى الله عليه وسلم الأمور محدثاتها وكل محدثة بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته تموتن إلا وأنتم مسلمون സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടുന്ന വേഷവിധാനങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾക്കിടയിൽ പുരുഷന്മാർ അവരുടെ വസ്ത്രധാരണ രീതികളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞുപോയ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ സ്ത്രീ സമൂഹം ദിനേനയെന്നോണം അവരും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളിലേക്കും പൊതുവായി സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളിലേക്കുമാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഇസ്ലാം വളരെ കണിശമായ നിലക്കുള്ള നിയമാവലികളെ നിശ്ചയിച്ചിരിക്കുകയാണ്.
അല്ലാഹു തആല പറഞ്ഞത് വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ എന്നാണ്. വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ ഭംഗി അവർ പ്രകടിപ്പിക്കരുത്, വെളിപ്പെടുത്താതിരിക്കണം അവരുടെ ഭംഗി. ഇല്ലാ മാ ളഹറ മിൻഹാ, അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതല്ലാതെ. അപ്പൊ അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതല്ലാത്ത എല്ലാ ഭംഗികളും വെളിപ്പെടുത്താതെ മറക്കുവാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഖുർആൻ പറഞ്ഞു വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവർ തങ്ങളുടെ മക്കനകൾ, ശിരോവസ്ത്രങ്ങൾ അവരുടെ മാർവിടങ്ങളിൽ കൂടി ആക്കിക്കൊള്ളുകയും ചെയ്യട്ടെ എന്നും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തി. ഇവിടെ അവരുടെ ഭംഗി വെളിവാക്കരുത് എന്ന് പറഞ്ഞതിൽ സീനത്ത് എന്ന പദത്തിനാണ് ഭംഗി എന്ന അർത്ഥം നമ്മൾ പറഞ്ഞത്. സൗന്ദര്യം, അഴക്, അലങ്കാരം, ഭംഗി എന്നൊക്കെ വിവിധ രൂപത്തിലുള്ള അർത്ഥങ്ങൾ, ഏകദേശം ഒരേ ആശയങ്ങളിൽ എത്തി നിൽക്കുന്ന അർത്ഥങ്ങൾ സീനത്ത് എന്ന അറബി പദത്തിന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ നിന്നൊരു കാര്യം അറിയാനുള്ളത്, ശാരീരികമായ ഭംഗി മാത്രമല്ല, സ്ത്രീകൾ അലങ്കാരത്തിന് വേണ്ടി ധരിക്കുന്ന അവരുടെ ആഭരണങ്ങൾ, അതുപോലെ തന്നെ കണ്ണിമയുടെ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺമഷി, സുറുമ പോലെയുള്ളത്, അതുപോലെ മുഖത്തും കൈകളിലുമൊക്കെ പുരട്ടുന്ന ചായങ്ങളും മറ്റു രൂപത്തിലുള്ള കളറുകളും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും, ഇവ മുഖേനയൊക്കെ ഉണ്ടാകുന്നതും വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭംഗിയുമൊക്കെ മറച്ചു വെക്കേണ്ടവയിൽ ഉൾപ്പെടും എന്നാണ് ആയത്തിന്റെ നാനാവശങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ഖുർആൻ പറഞ്ഞൊരു ഭാഗം വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ ആ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അവർ അവരുടെ കാലുകൾ കൊണ്ട് കൊട്ടരുത്. ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അവരുടെ ഭംഗിയിൽ നിന്ന് സ്വകാര്യമായിരിക്കുന്നത് പുറമേക്ക് അറിയപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ അവരുടെ കാലിൽ ധരിച്ചിരുന്ന തളയും ഇന്നത്തെ ആധുനിക ലോകത്തുള്ള പാദസരം മുതലായ, അതല്ലെങ്കിൽ കയ്യിൽ ധരിക്കുന്ന വളകൾ മുഖേനയൊക്കെ ഉണ്ടാകുന്ന ആഭരണങ്ങളുടെ കിലുക്കം പോലും അത് പുറമേക്ക് കേൾപ്പിക്കുവാൻ വേണ്ടി കൈകാലുകൾ ചലിപ്പിക്കരുത് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് ഈ ആയത്തുകളുടെ പശ്ചാത്തലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊക്കെ ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഖുർആൻ പറഞ്ഞല്ലോ മാ ളഹറ മിൻഹ, അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ, ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമാകുന്ന ഭാഗമല്ലാത്തതൊന്നും അവര് വെളിവാക്കരുത് എന്ന് പറഞ്ഞ ഈ പ്രത്യക്ഷമാകുന്ന ഭാഗം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയത്തിൽ പണ്ട് കാലത്തും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ നിലയ്ക്ക് ഒരു സ്ത്രീക്ക് മറച്ചു വെക്കുവാനും മറച്ചുകൊണ്ട് നടക്കാനും പ്രയാസപ്പെടുന്ന ഭാഗങ്ങൾ, നടക്കുമ്പോഴും ജോലികൾ എടുക്കുമ്പോഴും ഒക്കെ പലപ്പോഴും മറക്കൽ പ്രയാസകരമായതാണ്. മുൻകൈകളും മുഖവും വിഷമമുള്ള കാര്യമാണ്. മിക്ക പണ്ഡിതന്മാരും ഈ മാ ളഹറ മിൻഹ, അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതൊഴികെ എന്ന് പറഞ്ഞെടുത്ത് സത്യത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന അഭിപ്രായം, അതുകൊണ്ട് ഉദ്ദേശം സ്ത്രീയുടെ മുഖവും മുൻകൈകളും ആണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ മേഖലയിലുണ്ട്. സ്ത്രീകൾ മുഖം മറക്കുന്നതും കൈകൾ മറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വീക്ഷണ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്ത് നിലവിലുള്ളതായി, നടക്കുന്നതായി ഒരു സംശയവുമില്ലാതെ തന്നെ നമ്മളെല്ലാവരും കേൾക്കാറുള്ളതാണ്. പല വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരു ഭാഗം പറയുന്നത് മുഖവും കൈകളുമൊക്കെ സ്ത്രീക്ക് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ഔറത്താണ്. അവളുടെ ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളെ പോലെ തന്നെ അവൾ മറക്കൽ നിർബന്ധമായ ഔറത്തിന്റെ ഗണത്തിലാണ് സ്ത്രീയുടെ മുഖവും കൈകളും പെടുന്നത് എന്ന്, അഥവാ അവളുടെ മുൻകൈയും പെടുന്നത് എന്ന്, മുഖവും പെടുന്നത് എന്ന് അഭിപ്രായപ്പെടുന്ന
ഒരു വിഭാഗം ആളുകളുണ്ട്. അങ്ങനെ സ്ത്രീ മുഖം മറക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ അത് മഹാപാപമാണ്, ഹറാമാണ് എന്ന് പറയുന്ന ഒരു വീക്ഷണം. വേറൊരു വീക്ഷണമുള്ളത് സ്ത്രീകൾ മുഖം മറച്ചുകൂടാ. സ്ത്രീകൾ മുഖം മറക്കുന്നത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു സമ്പ്രദായമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മുഖം മറക്കുന്ന സമ്പ്രദായം ബിദ്അത്താണ് എന്ന് മാത്രമല്ല, മുഖം മറക്കുന്നതിനെ പരിഹസിക്കുകയും നമ്മുടെയൊക്കെ ചില പ്രഭാഷകന്മാരുടെ ശൈലി കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ പുട്ടുംകുറ്റിക്ക് ശീല വരിഞ്ഞു കെട്ടും പോലെ മുഖമൊക്കെ വരിഞ്ഞു കെട്ടി, വേറെ ചിലരുടെ ശൈലിയിൽ പറഞ്ഞാൽ ചലിക്കുന്ന ശിവലിംഗങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന, മുഖം മറക്കുന്ന പ്രവണതയെ മോശമായി കാണുകയും അത് തെറ്റാണെന്ന് കാണുകയും ചെയ്യുന്ന വീക്ഷണങ്ങൾ. ഒരു ഭാഗം അത് നിർബന്ധമാണ്, ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളെ പോലെ മറക്കൽ നിർബന്ധമായ ഔറത്താണെന്ന് പറയുമ്പോൾ വേറൊരു ഭാഗം അതിനെ പരിഹസിക്കുകയും മോശമായി കാണുകയും ചെയ്യുന്ന വീക്ഷണങ്ങൾ ആളുകൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സത്യം രണ്ടിനും മധ്യേയാണ്. സത്യം രണ്ടിനും മധ്യേയാണ്. ഒരു സ്ത്രീ അവളുടെ മുഖം മറക്കുന്നുവെങ്കിൽ അത് ഉത്തമമായ ഒരു കാര്യമാണ്. എന്നാൽ അവൾക്കത് നിർബന്ധമില്ല. ഒരു സ്ത്രീ മുഖം മറക്കുന്നില്ലെങ്കിൽ നീ നിന്റെ ഔറത്ത് തുറന്നിട്ടവളാണ്, നീ നാശകാരിയാണ്, നീ ജഹന്നമിലേക്കുള്ളവളാണ്, നരകത്തിന്റെ പണിയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുവാനും നിവൃത്തിയില്ല. അതേ അവസരത്തിൽ ഒരു സ്ത്രീ മുഖം മറക്കുന്നുവെങ്കിൽ അവളെ പരിഹസിക്കുവാനോ കച്ചാക്കുവാനോ പാടില്ല. അവൾ ആ നിലക്ക് ചെയ്യുന്നുവെങ്കിൽ അതൊരു നല്ല പ്രവർത്തനമായി തന്നെയാണ് അതിനെ കാണേണ്ടത്. ഇതാണ് ഈ വിഷയത്തിലുള്ള മധ്യമമായ നിലക്ക് തെളിവുകളുടെ വശങ്ങൾ വെച്ച് പരിശോധിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, നാം ഇവിടെ സ്വീകരിക്കേണ്ടത്, നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സ്ത്രീകൾ മുഖം മറക്കണമെന്നോ അല്ലെങ്കിൽ മറക്കരുതെന്നോ സ്വതവേ നിർബന്ധമില്ല. മറക്കാനും നിർബന്ധിക്കാൻ പാടില്ല, മറക്കാൻ പാടില്ലെന്ന് പറയാനും പാടില്ല. സാധാരണഗതിയിൽ ഈ രണ്ടിലൊന്നിലും നിർബന്ധം ചെലുത്താൻ പാടില്ല. പരിതസ്ഥിതികളുടെയും ചുറ്റുപാടിന്റെയും ഒക്കെ വ്യത്യാസം അനുസരിച്ച് ഒരു സ്ത്രീ മുഖം കഴിയുന്നത്ര മറക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നല്ലതാണ്, ചിലപ്പോൾ അത്യാവശ്യമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീ മുഖം വെളിവാക്കാമെന്ന് പറയുമ്പോൾ ആ മുഖത്തൊരുപാട് ചായങ്ങളും റൂഷും അതുപോലെ തന്നെ എന്തൊക്കെ രൂപത്തിലുള്ള സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുകയും ചുണ്ടു ചുമപ്പിക്കുകയും ആ രൂപത്തിലുള്ള എല്ലാ സൗന്ദര്യവും അലങ്കാരങ്ങളും പ്രദർശിപ്പിക്കുന്ന മുഖമാണെങ്കിൽ അത്തരം മുഖം വെളിപ്പെടുത്താൻ പാടില്ല. അതൊന്നുമില്ലാത്ത നിലക്കൊരു സ്ത്രീ അവളുടെ മുഖം തുറന്നിടുന്നുവെങ്കിൽ അത് ഹറാമാണെന്ന് പറയുവാനും നിവൃത്തിയില്ല എന്നതാണ് ഈ വിഷയത്തിലെ എല്ലാ തെളിവുകളും കൂടെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ അപകടകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് സഹോദരിമാരത് മനസ്സിലാക്കാതെ പോകരുത്. പലപ്പോഴും ഇസ്ലാമികമായ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീയുടെ വസ്ത്രം, ആ വസ്ത്രം എന്ന് പറയുന്ന മുകളിൽ ധരിക്കുന്ന പർദ്ദ അല്ലെങ്കിൽ അവൾ അണിയുന്ന വേഷം, അത് തന്നെ ഏറ്റവും വലിയ സൗന്ദര്യം എടുത്തു കാണിക്കുന്ന നിലക്കായാൽ അത് മറക്കാൻ പിന്നെ വേറൊരു അപായം പുതക്കേണ്ട അവസ്ഥ വരികയാണ്. സാധാരണഗതിയിൽ പറയാറുണ്ട്, ഇന്ന് പല സ്ത്രീകളും അപായകരമായ അപായങ്ങളാ പുതക്കുന്നത്. കാരണം ആ അപായ കൊണ്ടാ വലിയ അപായം വരുന്നത്. അത് മാറ്റാൻ വേണ്ടി അതിന്റെ മീതെ പിന്നെയും വേറൊന്ന് ധരിക്കേണ്ട ഒരവസ്ഥ. അപ്പൊ മേലെ ധരിക്കുന്ന ആ വസ്ത്രം അതിലേക്ക് പുരുഷന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന നിലക്ക് അത് തന്നെ ഏറ്റവും വലിയ ഒരു അലങ്കാരത്തിന്റെ വസ്ത്രമാകുന്നത് പാടില്ലാത്ത സംഗതിയാണ്. കാരണം ഇത് ധരിക്കാൻ, ഈ മേൽവസ്ത്രം ധരിക്കാൻ തന്നെ കൽപ്പിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താണ്? സ്ത്രീയുടെ അലങ്കാരം മറച്ചു വെക്കാനാണ്. അത് തന്നെ അലങ്കാരായാലോ? അതുകൊണ്ട് അതൊരിക്കലും യുക്തിസഹമല്ല. അതുകൊണ്ട് പർദ്ദയായി എന്നതുകൊണ്ട് മാത്രം അത് ശരിയാവൂല. ഇന്ന് സമൂഹത്തിൽ 1001 കളറുകളിൽ 786 രൂപങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോ പർദ്ദ കമ്പനിക്കാരും പരസ്യം കൊടുക്കുന്നത്. പല പർദ്ദകളും അവൾ പർദ്ദ ധരിക്കാതിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഇസ്ലാമികമായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലാണുള്ളത്. പർദ്ദ ധരിക്കുമ്പോ ഇന്ന് ഇബ്ലീസ് വളരെ കൃത്യമായിട്ട് തന്നെ അവരുടെ മനസ്സിൽ പലതും കുത്തിവെച്ചിട്ടുണ്ട്. പുരുഷന്റെ നോട്ടം ഏതൊക്കെ പോയിന്റുകളിൽ കേന്ദ്രീകരിക്കണമെന്ന് നോക്കിയിട്ട് അത്തരം സ്ഥലങ്ങളിൽ മാത്രം പ്രത്യേകമായി ഡെക്കറേഷനുകളും അതുപോലെ തന്നെ അലങ്കാരങ്ങളും തുന്നിച്ചേർക്കലുകളും ഒക്കെ ചെയ്തുകൊണ്ടുള്ള പർദ്ദകൾ. എവിടേക്ക് നോട്ടം
കേന്ദ്രീകരിക്കപ്പെടണം എന്ന് ശ്രദ്ധിപ്പിക്കുന്ന നിലക്ക് ആ നിലക്കുള്ള പ്രത്യേകമായ അലങ്കാരങ്ങളോടുകൂടി തുന്നിച്ചേർപ്പിക്കപ്പെട്ടിട്ടുള്ള പർദ്ദകൾ, സഹോദരിമാരെ, അത് ഇസ്ലാമിന്റെ പർദ്ദയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്ത്രീയുടെ അലങ്കാരം മറച്ചുവെക്കാനും അവളിലേക്കുള്ള കാമാർത്ഥമായ നോട്ടങ്ങളെ തടയാനുമാണ് ഈ വേഷം. എങ്കിൽ പിന്നെ അത് പർദ്ദയിലൂടെ ആയാലോ? അതൊരിക്കലും പർദ്ദ എന്ന് പേര് കിട്ടിയത് കൊണ്ട് അതിന് ഇസ്ലാമികമായ മാനം കൈവരികയില്ല. നിത്യജീവിതത്തിൽ പുറത്തേക്കിറങ്ങുന്ന സഹോദരിമാർ അവര് മനസ്സിലാക്കുക, ഇസ്ലാമികമായ ഹിജാബിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കട്ടിയുള്ള വസ്ത്രമായിരിക്കണം. സ്ത്രീ ധരിക്കുന്ന വസ്ത്രം കട്ടിയുള്ള വസ്ത്രമായിരിക്കണം. നിഴലിക്കുന്ന അവളുടെ ശാരീരികമായ അലങ്കാരങ്ങളെ നിഴലിപ്പിച്ച് കാണിക്കുന്ന നേരിയ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. കാരണം മറ സ്വീകരിക്കുക എന്ന ലക്ഷ്യം അതുകൊണ്ട് നേടുന്നില്ല. മറിച്ചൊരു സ്ത്രീ കട്ടിയില്ലാത്ത നേരിയ വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ ആ പെണ്ണിന്റെ അലങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവളിലേക്കുള്ള ആളുകളുടെ ഫിത്ന വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ അലാ റൂസിഹിന്ന കാസ്നിമത്തിൽ ബുഖ്തി ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്ത്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു ഭാഗം സ്ത്രീകൾ രംഗത്ത് വരും. അവര് കാസിയാത്തുന്നവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ആരിയാത്തുന്നവർ നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നകളാണെന്ന് പറഞ്ഞാൽ പേരിനവരുടെ ബോഡിയിൽ വസ്ത്രമുണ്ട്, പക്ഷേ വസ്ത്രം ധരിച്ച ഒരു ഉപകാരങ്ങളുമില്ല. അവരുടെ ശരീരത്തിന്റെ അംഗലാവണ്യം വളരെ പ്രകടമാണ്. ഉള്ളിലുള്ള നേരിയ അടിവസ്ത്രങ്ങൾ വരെ നേളിച്ച് കാണുകയാണ്. ശരീരത്തിന്റെ കളറും മുഴുപ്പും തിഴപ്പുമെല്ലാം കാണുകയാണ്. ആ നിലക്ക് വസ്ത്രം ധരിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽഅനൂഹുന്ന, നിങ്ങൾ അവരെ ശപിക്കൂ, ഫഇന്നഹുന്ന മൽഊനാത്ത്, അവര് ശപിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. അങ്ങനത്തെ വേഷത്തിലുള്ള പെണ്ണുങ്ങളെ കണ്ടാ ശപിച്ചോളാനാ പറഞ്ഞത്, ലഅനത്ത് ചൊല്ലാൻ. അത്തരത്തിലുള്ള ആളുകളെ കൺമുമ്പിൽ കണ്ടാൽ ലഅനത്ത് ചൊല്ലാനാണ് ഇസ്ലാം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ലഅനത്തിന് അവകാശികളാകുന്ന, എന്താ ലഅനത്ത് എന്ന് പറയുന്നത്? ഇബ്ലീസിനെയാണ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മൾ പറയാറുള്ളത്. അള്ളാഹിന്റെ ശാപമുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവൻ. ആ നിലക്ക് അത്തരക്കാരെ കുറിച്ച് മാത്രം പറയുന്ന ലഅനത്തിന്റെ വചനങ്ങൾ, അതേ ഇത്തരത്തിലുള്ള വേഷവിധാനം ധരിച്ചുകൊണ്ട് പുറമേക്കിറങ്ങുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ നിങ്ങൾ അവരെ ശപിച്ചോളൂ, ഫഇന്നഹുന്ന മൽഊനാത്ത്, നിശ്ചയമായും അത്തരക്കാരികൾ ശാപത്തിന് അർഹരായ സ്ത്രീകളാകുന്നു. വേറെ റിപ്പോർട്ടിൽ കാണാം, ലാ യദ്ഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല, വലാ യജിദ്ന റീഹഹാ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. സ്വർഗീയ പരിമളം എത്രയോ വർഷത്തെ വഴിദൂരത്തേക്ക് പോലും അടിച്ചു വീശുന്ന ഗന്ധമാണ്, സുഗന്ധമാണ് സ്വർഗത്തിനുള്ളതെങ്കിൽ എത്രയോ വർഷത്തെ വഴിദൂരം ഇപ്പുറത്തേക്ക് സ്വർഗത്തിലെ സുഗന്ധം അടിച്ചു വീശും. അത്ര ദൂരത്തേക്ക് പോലും അവരെ അടുപ്പിക്കാൻ അള്ളാഹു സമ്മതിക്കുന്നതല്ല എന്ന് പറഞ്ഞ് വളരെയേറെ മോശപ്പെട്ട രൂപത്തിലുള്ള വളരെയേറെ അഗാധമായ നരകത്തിയാണ് അവർക്കുള്ളതെന്ന മുന്നറിയിപ്പ് നൽകപ്പെട്ടു. ഇതൊക്കെ എന്താ പ്രശ്നം? വസ്ത്രം ധരിക്കാതെ പൂർണ്ണ നഗ്നകളായി നടന്നിട്ടല്ല, ധരിച്ചിട്ടുണ്ട്. കാരണം കട്ടിയില്ലാത്ത വസ്ത്രമാണ്, ഉള്ളിലുള്ളത് മുഴുവൻ ഞെളിച്ച് കാണുകയാണ്. അതുപോലെ തന്നെ പലരും അതാ കട്ടിയുള്ള വസ്ത്രമായിട്ടും മാത്രം കാര്യമില്ല, കട്ടിയുള്ള തുണി കൊണ്ട് ഡ്രസ്സ് ധരിച്ചു എന്ന് സങ്കല്പിച്ചാലും അതുകൊണ്ടും മാത്രം ഇസ്ലാമിന്റെ വേഷവിധാനമായോ? ഇല്ല. കട്ടിയുള്ള തുണി കൊണ്ട് തന്നെയാണ് തയ്പ്പിച്ചത്, പക്ഷേ ലൂസില്ലാത്ത വസ്ത്രമാണെങ്കിൽ അതും ഇസ്ലാമികമായ പർദ്ദയല്ല, ഇസ്ലാമികമായ വേഷമല്ല. ശരീരത്തിന്റെ മുഴുപ്പും ശരീരത്തിന്റെ അംഗലാവണ്യവും പ്രദർശിപ്പിക്കുന്ന നിലക്ക് ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പെണ്ണും പുറത്തിറങ്ങാൻ പാടില്ല. അത് പർദ്ദ എന്ന പേരിലാണെങ്കിലും ടൈറ്റ് ഫിറ്റ് പർദ്ദകളുണ്ട്, ബോഡി ഫിറ്റ് പർദ്ദകളുണ്ട്. മാർക്കറ്റിൽ വലിയ രൂപത്തിലുള്ള ഡിമാൻഡ് അത്തരത്തിലുള്ള പർദ്ദകൾക്കാണ്. ടൈറ്റ് ഫിറ്റ്, ബോഡി ഷേപ്പ് പർദ്ദകൾ. അതേ, അവൾ പർദ്ദ ധരിച്ചിട്ടുണ്ട്, പേരിന് പർദ്ദയാണ്,
പക്ഷേ അവളുടെ അരക്കെട്ടിന്റെയും നിതംബത്തിന്റെയും അതുപോലെ തന്നെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങളൊക്കെ പുറമേക്ക് മുഴപ്പിച്ച് നിർത്തുന്ന അതുപോലെ തന്നെയുള്ള ആ നിലക്കുള്ള ചുരിദാറുകൾ എന്ന പേരിലോ ഏത് രൂപത്തിലുള്ള വേഷങ്ങളാണെങ്കിലും പെണ്ണിന്റേതായ ആകാര വടിവ്, അവളുടെ ശരീരത്തിന്റെ വടിവും മികവും പുറമേക്ക് അതേ കൃത്യമായി കാണുന്ന നിലക്കുള്ള വസ്ത്രമാണെങ്കിൽ അത് ഇസ്ലാമിന്റെ വേഷമല്ല, ശാപത്തിന് അർഹരാകുന്ന സ്ത്രീകളുടെ വേഷമാണ്. ഇപ്പൊ കട്ടിയുള്ളതാണ്. ഇപ്പൊ ജീൻസ് പാന്റോ ജീൻസ് ടീഷർട്ടോ ഒക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ കട്ടിയുള്ളതുകൊണ്ട് കാര്യമില്ല. കട്ടി മാത്രമല്ല, ലൂസാവണം. ശരീരത്തിന്റെ അംഗലാവണ്യം പുറമേക്ക് കാണാൻ പാടില്ല. മുൻഗാമികളായ ആളുകൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ കാണാം. അവര് പറഞ്ഞു എന്നാണ്, അതേ സ്ത്രീകളുടെ ജനാസയുടെ മീതെ വെറും തുണിയിട്ട് കൊണ്ടുപോകുമ്പോ, മയ്യത്ത് കഫൻ ചെയ്തിട്ട് ആ സ്ത്രീകളുടെ ജനാസയുടെ മീതെ വെറും ഒരു തുണിയിട്ട് കൊണ്ടുപോകുമ്പോ, അതേ പുരുഷന്റെ ജനാസ പോലെ അല്ലാതെ പുരുഷന്റെ ജനാസ പോലെ തന്നെ കൊണ്ടുപോകുമ്പോ സ്ത്രീയുടെ ശരീരത്തിന്റെ ആകാരം ആ പ്രത്യേകം മേലിട്ട വസ്ത്രത്തിന്റെ മുകളിലേക്ക് പോലും കാണുന്ന നിലക്ക് ആവാതിരിക്കാൻ ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള അലകും പിടിയുമൊക്കെ വെച്ച് അതിന്റെ മുകളിൽ തുണിയിട്ട് വിരിച്ചാൽ മയ്യത്തിന്റെ ശാരീരികമായ ആകാരം പോലും വെളിവാകാതിരിക്കുമല്ലോ. അങ്ങനെ ചെയ്യണം ഞാൻ മരിച്ചാൽ എന്ന് വരെ വസിയത്ത് കൊടുത്തു എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ നാം കാണുകയാണ്. സഹോദരിമാര് മനസ്സിലാക്കണം, ജനാസ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ മയ്യത്ത് പോലും ആ ജനാസ എന്റെ ആകാര വടിവ് പുറമേക്ക് കാണുന്ന നിലക്ക് ആയി പോകാതിരിക്കാൻ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആഗ്രഹിച്ചുവെങ്കിൽ ജീവനോടെ നടക്കുന്ന സഹോദരി, ജീവനോടെ പുറത്തിറങ്ങുന്ന പെണ്ണ്, അവളുടെ ശരീരത്തിന്റെ വസ്ത്രധാരണത്തിലൂടെ ഫിറ്റായ വസ്ത്രങ്ങൾ ധരിച്ച്, ബോഡി ഫിറ്റായ വസ്ത്രങ്ങൾ ധരിച്ച് അവളുടെ ശാരീരികമായ ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നാൽ അതുകൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എത്രയാണ്? ഇത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിമിന്റെ ഒരു ദിവസം നമ്മളെ വിഷയം ഓർക്കണം. ഒരു ദിവസത്തിൽ എത്ര നേരം ഡ്രസ്സ് മാറുന്നു, എത്ര സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നു, നാം ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ട് ശരീരത്തിൻ്റെതായ ആകാര വടിവ് കൃത്യമായി പുറമേക്ക് ഞെളിക്കുന്ന നിലക്കുള്ള നേരിയ വസ്ത്രങ്ങളോ ഇടുങ്ങിയ വസ്ത്രങ്ങളോ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്, അവർ അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങിക്കൂടാ. അവരുടെ വസ്ത്രത്തിൽ അവരിങ്ങനെ ബുഖാറ് പുകപ്പിച്ച്, ഊദ് പുകപ്പിച്ച്, മേത്തരം അടിച്ചു വീശുന്ന വലിയ സുഗന്ധങ്ങൾ ഉപയോഗിച്ച് പെണ്ണിവിടെ ഇറങ്ങിയാൽ അപ്പുറത്തതിന്റെ മണം കേൾക്കുന്നു. അവൾ പാസ് ചെയ്താൽ എത്രയോ ദൂരത്തേക്ക് അതിന്റെ പെർഫ്യൂമിന്റെ ആ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിന്റെ ശൈലിയിലാണ് പറഞ്ഞത്, അയ്യുമംറഅത്തിൻ ഇസ്തഅതറത് ഫമറത് അലാ ഖൗമിൻ ലിയജിദൂ മിൻ റീഹിഹാ ഫഹിയ സാനിയ. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ പെർഫ്യൂം അടിക്കുന്നു, അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, ഫമറത്ത് അലാ ഖൗമിൻ, എന്നിട്ടതാ ആളുകൾക്കിടയിലൂടെ അവൾ നടന്നു പോകുന്നു. അവൾ പെർഫ്യൂം അടിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ലിയജിദൂ മിൻ റീഹിഹാ, ആളുകളുടെയൊക്കെ ശ്രദ്ധ തന്റെ മണം കേട്ട് തന്നിലേക്ക് അതേ ആകർഷിക്കപ്പെടണമെന്ന നിലക്ക് അത്തരത്തിലുള്ള ഉദ്ദേശത്തിലതാ സുഗന്ധം അടിച്ചുകൊണ്ട് പെർഫ്യൂം അടിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയ സാനിയത്തുൻ, അവൾ വേശ്യയാണ്, അവൾ വേശ്യയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം സഹോദരന്മാരെ. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങുന്ന പെണ്ണിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖറജത് യഹ്ദാകുന്ന ഇലൽ മസ്ജിദി, നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നതായാൽ ഫലാ തഖറബന്ന ത്വയ്യിബാ, സുഗന്ധം ഉപയോഗിക്കരുത്, സുഗന്ധം ഉപയോഗിക്കരുത്. അതേ ആരാധനാലയങ്ങളിലേക്ക് ആ നിലക്ക് പോകുമ്പോൾ പോലും സുഗന്ധം ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് തീരെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടോ? അടിച്ചു വീശുന്ന നിലക്കുള്ള സുഗന്ധം ഉപയോഗിച്ച് ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്ന നിലക്ക് അവൾ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. നേരിയ ലൈറ്റായ മണമുള്ളത് അവൾക്ക് ഉപയോഗിക്കാം, അല്ലാതെ അടിച്ചു വീശൂല. എന്താ? അപ്പൊ തൊട്ടടുത്ത് നിസ്കരിക്കണ പെണ്ണുണ്ട്, തൊട്ട് സഫിൽ തന്റെ കൂടെ ഇരിക്കുന്നു,
ഇപ്പൊ ക്ലാസ്സിനാണ് എന്റെ കൂടെ ഇരിക്കുകയാണ്, അല്ലെ പൊതു സദസ്സിൽ ചെല്ലുകയാണ് സ്ത്രീകളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ തൊട്ട് അടുത്തന്നെ നിസ്കരിക്കുന്നു. ഈ കുക്കിംഗ് ചെയ്ത കുക്കിംഗ് ഓയിലിന്റെയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പാല് കൊടുത്തതിന്റെയും മറ്റുള്ള എല്ലാ വികൃതമായ മണത്തോടുകൂടെ അവർ സ്ത്രീകൾക്കിടയിൽ വരണമെന്നാണോ ഈ പറഞ്ഞത്? അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാര് പറഞ്ഞത്, പുരുഷന്മാരുടെ തീബിൽ നിന്ന് വ്യത്യസ്തമായ സ്ത്രീകൾ നേരിയ മണമുള്ളത്, ലൈറ്റായ മണമുള്ളത് അവർക്ക് ഉപയോഗിക്കാം. അതായത് ഒരാൾ പാസ് ചെയ്താലിനവർക്ക്, പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു വിഷമുണ്ടാകരുത്. അവരുടെ കൂടെ സുജൂദ് ചെയ്യുന്ന, റുക്കൂഴ് ചെയ്യുന്ന ഒരു സഹോദരി, തൊട്ടടുത്തിരിക്കുന്ന, അവർക്കൊരു വല്ലാത്ത മുഷിപ്പും പ്രയാസവും ഉണ്ടാക്കുന്ന നിലക്ക് ദുർഗന്ധം ഒഴിവാക്കുന്ന നിലക്കുള്ള നേരിയ നിലക്കുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കാമെന്ന് അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതേവസരത്തിൽ ഇന്ന് അങ്ങനെയല്ല. ഏറ്റവും മുന്തിയ പെർഫ്യൂം തന്നെ അടിച്ചു വീശാണ്, യാതൊരു പ്രയാസമില്ലാതെ. സാധാരണ പറയാറുണ്ട്, പെണ്ണുങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത്. ഇസ്ലാം പറഞ്ഞത് അകത്ത് കയറുമ്പോഴാണ് ഒരുങ്ങേണ്ടത്. പെണ്ണിനോട് പറഞ്ഞ് നീ അകത്ത് കയറുമ്പോഴാണ് ഒരുങ്ങേണ്ടത്, പുറത്തിറങ്ങുമ്പോഴല്ല. നേരെ മറിച്ചാ കാണുന്നത്. പുറത്തേക്ക് ഇറങ്ങാനാ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഒരുങ്ങുന്നത്, അകത്ത് കയറാൻ ഒരു ഒരുക്കമല്ല. അതൊരു ചാക്കുമായി ഒരു വസ്ത്രം ഉണ്ടാവും, അതിന് കഴിഞ്ഞു. ആ രൂപത്തിലുള്ള സമ്പ്രദായം. അതുകൊണ്ടൊക്കെ സമൂഹങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എത്രയെത്ര കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. സഹോദരിമാരെ, ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള മാർഗങ്ങളിലേക്ക് മടങ്ങിയാൽ ജീവിതത്തിൽ വല്ലാത്തൊരു മധുരമായിരിക്കും, ജീവിതത്തിൽ വല്ലാത്തൊരു ആനന്ദമായിരിക്കും, ജീവിതത്തിൽ വല്ലാത്തൊരു സ്വസ്ഥതയായിരിക്കും. അതല്ലെങ്കിൽ അസ്വസ്ഥതകൾ അവിടെയും ഇവിടെയുമായി ചെറിയ രൂപത്തിലുള്ള നേരിയ രൂപത്തിലുള്ള തീപ്പൊരികളായി, അത് പിന്നീട് കനലുകളായി, അത് വലിയ രൂപത്തിലുള്ള അഗ്നിഗോളങ്ങളായി മാറി കുടുംബാന്തരീക്ഷത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അടിച്ചു വീശുന്ന സുഗന്ധവുമായി കൊണ്ട് ഒരു പെണ്ണിങ്ങനെ പാസ് ചെയ്തപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലൂടെയാണ് ആ സ്ത്രീ കടന്നുപോയത്. ഹദീസിൽ കാണാം, തഅസിഫു റീഹഹാ, അവളുടെ ആ സുഗന്ധം അടിച്ചു വീശാണ്. ആ നിരക്ക് ഇങ്ങനെ അടിച്ചു വീശുന്ന സുഗന്ധവുമായിട്ട് പെണ്ണ് കടന്നുപോയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ജബ്ബാറായ അല്ലാഹുവിന്റെ അടിമയായ സ്ത്രീ, അൽ മസ്ജിദ് തുരീദീൻ, പള്ളിയിലേക്കാണോ പോകുന്നത്? പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പോകുന്നത്? അവര് പറഞ്ഞു, അതെ. അതിനുവേണ്ടിയാണോ നീ സുഗന്ധം ഉപയോഗിച്ചത്? അതെ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, തിരിച്ചുപോ, കുളിച്ചുവാ, എന്നിട്ട് പള്ളിയിലേക്ക് വരുമ്പോ ഈ നിലക്ക് ഇങ്ങനെ പോയാൽ അതുകൊണ്ട് നിസ്കാരം സ്വീകരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ പോകും എന്ന് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടാ മാർക്കറ്റിലേക്ക് പോകുന്നത്, എന്നിട്ടാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്, എന്നിട്ടാണ് പുരുഷന്മാർക്കിടയിലേക്ക് നേരെ ഈ രൂപത്തിലുള്ള വലിയ പെർഫ്യൂമുകളും ആ നിലക്ക് അടിച്ചു വീശുന്ന സുഗന്ധവുമായി കൊണ്ട് പോകുന്നത്. അലങ്കാരങ്ങൾ അണിയുന്നത്, ആടയാഭരണങ്ങൾ അണിയുന്നത്, അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുന്നത്, ചുണ്ട് ചോപ്പിച്ചും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള എല്ലാ അലങ്കാരങ്ങളും, ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പുറമേക്ക് കാണിക്കുന്ന ഏതെല്ലാം രൂപത്തിലുള്ള ഇസ്ലാം നിരോധിച്ചിട്ടുള്ള സംഗതികളുണ്ടോ അതെല്ലാം ചെയ്യുന്നത് നിത്യജീവിതത്തിൽ അതാ അള്ളാഹുവിന്റെ ആ ശാപം വിളിച്ചു വരുത്താനേ നിമിത്തമായി തീരുകയുള്ളൂ. ഇത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഗൗരവത്തോടെ അറിയേണ്ടതാണ്. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷ ലോകത്തോടും പറഞ്ഞു, സ്ത്രീ ലോകത്തോടും പറഞ്ഞു, ആരും എതിർലിംഗത്തിനോടുള്ള ആ നിലക്കുള്ള ഒരു സാദൃശ്യം വേഷവിധാനത്തിൽ കാണിക്കരുത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല യൽബസു ലിബ്സത്തൽ മർഅ വൽ മർഅത തൽബസു ലിബ്സത്തർ റജുലി. പുരുഷൻ എന്ത് ചെയ്യരുത്? സ്ത്രീ വേഷം ധരിക്കരുത്. സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. ധാരാളം റിപ്പോർട്ടുകൾ വ്യത്യസ്ത നിലക്ക് നമുക്ക് കാണാം. ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ മിന്നാ, യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ പെട്ടവരല്ല. മൻ തശബ്ബഹ ബിർരിജാലി മിനൻ നിസാ, സ്ത്രീകളുടെ കൂട്ടത്തിൽ പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്നവർ നമ്മിൽപ്പെട്ടവരല്ല. വലാ മൻ തശബ്ബഹ ബിന്നിസാഇ മിനർ റിജാലി, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്നവരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളാണ്. അപ്പോ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി സ്ത്രീ സമൂഹം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വേഷവിധാനത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും പോയി പരലോകത്ത് അവരവരുടേതായ ഖബറുകളിൽ കിടക്കേണ്ടവരാണ്. പരലോക വിചാരണക്ക് പോയി നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വളരെ ശ്രദ്ധയും താല്പര്യവും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇന്ന് സമൂഹം എന്താ വെച്ചാൽ വളരെ പ്രായമായി കഴിഞ്ഞാൽ ഒക്കെ ശ്രദ്ധിക്കും, ചെറിയ കുട്ടികളെയും ശ്രദ്ധിക്കും.
അതിനിടയ്ക്കുള്ള ടീനേജ് പ്രായത്തിൽ ശ്രദ്ധയില്ല. അവരവസ്ഥയാണെന്ന് വന്നു പോകുന്നത്. സഹോദരന്മാരെ, കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്, ടീനേജ് പ്രായക്കാരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അത് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ദീനീയായ വിജ്ഞാനം കിട്ടാതെ പോകുന്നൊരു പ്രായമാണത്. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ മദ്രസയിലേക്ക് പഠിപ്പിക്കും, മദ്രസയിലേക്ക് പറഞ്ഞേക്കും, 3-ാം ക്ലാസ് 4-ാം ക്ലാസ് 5-ാം ക്ലാസ്. അതിങ്ങോട്ട് കഴിഞ്ഞ് ടീനേജിന്റെ പ്രായത്തിലെത്തി പിന്നീട് കുറെ കാലം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസരങ്ങളിൽ അവരെത്തിപ്പെടും. ക്ലാസ്സുകളിലും മറ്റു സംവിധാനങ്ങളിലൊക്കെ അവരെത്തിപ്പെടും. മതബോധമുള്ള കുടുംബങ്ങളുടെ സ്ഥിതിയാണ് പറയുന്നത്, അങ്ങനെ എത്തിപ്പെടും. അതേ അവസരത്തിൽ ഈ ഇടപ്രായമുണ്ടല്ലോ, ഈ ടീനേജ്, അപ്പോഴുള്ള നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരിത്തരം വേദികളിൽ മദ്രസയിൽ നിന്ന് വിട്ടു, പിന്നെ ഇത്തരം വേദികളിൽ അവർക്ക് വരാനും കഴിയുന്നില്ല. എന്താ കാരണം? അവർക്ക് സ്കൂളുകളിൽ നിന്ന് ധാരാളക്കണക്കിന് ഭാരങ്ങളുണ്ട്. ട്യൂഷന് പോകണം, ഹോംവർക്ക് ചെയ്യണം, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കാണുന്ന രക്ഷിതാക്കളായ നമ്മളും പറയും, നാ മോന് വരണ്ട, നാ മോള് വരണ്ട. അപ്പൊ ഈ പെൺകുട്ടി ആൺകുട്ടി വീട്ടിൽ ഒറ്റക്കാവാണ്. എല്ലാരും ക്ലാസ്സിനൊക്കെ പോകുന്നു, മറ്റു കാര്യങ്ങളിലൊക്കെ ആയി. ആ പ്രായത്തിലുള്ള ആളുകൾ അവഗണിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരതാ സ്വതന്ത്രമായി ഒഴിഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് ഇബ്ലീസ് വല്ലാതെ വേട്ടയാടുക. പഠനത്തിന് വേണ്ടി നമ്മൾ അവരെ ഒഴിച്ചിരുത്തുന്നു. അവരുടെ പരീക്ഷയിൽ അവർക്ക് മാർക്ക് കുറയരുത്, അവരുടെ പഠനത്തിനൊരു ഭംഗം വരരുത് എന്ന സതുദ്ദേശം മാത്രം മുൻനിർത്തിയിട്ട് രക്ഷിതാക്കൾ അവരെ കൂടെ കൊണ്ടുവരാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത്, ഒരു റൂം ഏർപ്പെടുത്തി, അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ ഏർപ്പെടുത്തി കൊടുത്ത്, നെറ്റ് സൗകര്യവും കണക്ഷനും ഏർപ്പെടുത്തി കൊടുത്ത്, ലാപ്ടോപ്പും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത്, എല്ലാ കാര്യങ്ങളും ചെയ്തവരെ ഒറ്റക്ക് വിട്ട് നമ്മൾ ക്ലാസ്സിന് പോന്നു. ഇവിടെയാണ് ശൈത്താൻ വേട്ടയാടുക. ഇവിടെ നമ്മുടെ മക്കൾക്ക് ദീന് കിട്ടാത്തൊരവസ്ഥ വരും. അതല്ലേ നിങ്ങൾ നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് അധികവും അതാ ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ചാടിപ്പോകുന്നത്, ആത്മഹത്യകൾ ചെയ്യുന്നത്, പലരുടെയും പിറകെ പോയത്. അതേ സെക്സ് റാക്കറ്റിന്റെ പിടിയിൽപ്പെട്ട് ഈ പെൺമക്കളതാ ജീവൻ ഒടുക്കിയ പെൺകുട്ടി ജീവൻ ഒടുക്കാൻ പോകുന്നതിന്റെ മുമ്പ് എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ നിങ്ങൾ വായിച്ചില്ലേ? ആഗ്രഹമുണ്ടായിട്ടല്ല, നിർബന്ധിത സാഹചര്യത്തിൽ ഞാനിത് ചെയ്യുന്നു. എന്നിട്ട് ആ കുട്ടി എഴുതിയിരിക്കണത്, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അറബിയിൽ, ദുആ എന്ന് അറബിയിൽ എഴുതിയിരിക്കുന്നു, നല്ല വടിവത്ത കൈയക്ഷരത്തിൽ. ഖബർ ശിക്ഷ എനിക്കുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കണം. നോക്കണം, എന്തേ പ്രശ്നം? എനിക്ക് ആഗ്രഹം ഉണ്ടാഞ്ഞില്ലാഞ്ഞിട്ടല്ല, എന്റെ ഒപ്പം പഠിക്കുന്നവൻ എന്നെ നിർബന്ധിച്ചു. അവനിപ്പോൾ അവന്റെ കയ്യിൽ ചില ഫോട്ടോകളുണ്ട് എന്റേത്, അവനത് നെറ്റിലിടും യൂട്യൂബിലിടും എന്ന് പരസ്യപ്പെടുത്തിയിരിക്കുന്നു. എന്താ? ഈ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യണേ പെൺകുട്ടികളെ. നമ്മളിതൊക്കെ അറിയാതെ പോയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഈ കുട്ടികൾ ഇതിന്റെ ഇരകളായി മാറുകയാണ്. എങ്ങനെ ഇരകളായി? ഇവന്റെ കയ്യിൽ ഈ ഫോട്ടോ വെറുതെ കിട്ടിയതാണോ? ഈ രൂപത്തിലുള്ള കാമാർത്ഥമായ പിശാചുക്കളുടെ കൈകളിൽ ഈ മക്കളുടെ ഫോട്ടോ വെറുതെ കിട്ടിയതാണോ? അല്ല, ഇവര് പോസ്റ്റ് ചെയ്തു കൊടുത്തിട്ട് തന്നെ കിട്ടിയതാണ്. ഈ പെൺകുട്ടികൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു കൊടുത്തതാണ്. അവരുടെ നഗ്നഭാഗങ്ങൾ അവർ ക്യാമറയ്ക്ക് മുമ്പിൽ, മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തത് തന്നെയാണ്. അത് വെച്ചിട്ടാണ് വേട്ടയാടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രായക്കാരെ നിങ്ങൾ അവഗണിക്കരുത്, ആ പ്രായക്കാരെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. എത്ര തന്നെ പ്രയാസകരമായ കാര്യങ്ങളാണ് അവർ പഠിക്കുന്നതെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ഏത് തിരക്കുകൾക്കിടയിലും നിങ്ങൾ അവരെ ഇതുപോലെയുള്ള വേദികളിലേക്ക് കൊണ്ടുവരാൻ മറക്കരുത്. എനിക്കത് വളരെ വിനയത്തോടെ പറയാനുള്ളത് അതാണ്. പലരും സങ്കടപ്പെട്ടുകൊണ്ട് പറയാറുണ്ട്, എന്താ ഇനി ചെയ്യാ, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതേ, നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തത് എന്തുകൊണ്ടാ? അവർക്ക് കിട്ടേണ്ട സമയത്ത് ഈ രൂപത്തിലുള്ള ഈ ചാർജിങ്ങിന് എപ്പോഴും കിട്ടിയും കൊണ്ടിരിക്കണം. ഈമാനികമായ ചാർജിങ് നടന്നുകൊണ്ടിരിക്കണം. അതിനാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സെന്ററിൽ തന്നെ, ഇപ്പൊ അബുദാബി നമ്മുടെ ഈ സെന്ററിൽ, ഇവിടെ തന്നെ ഇസ്ലാഹി സെന്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടീനേജുകാർക്ക് പ്രത്യേകം ക്ലാസ് ഉണ്ട്, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ആളുകൾ അത്തരത്തിലുള്ള സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ, UAE-ലെമ്പാടും ഷാർജയിൽ സംവിധാനമുണ്ട്, അജ്മാനിൽ സംവിധാനമുണ്ട്, ദുബൈയിൽ സംവിധാനമുണ്ട്, അബുദാബിയിൽ സംവിധാനമുണ്ട്. ആ പ്രായക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ദീനിയായ നിലക്ക് ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അവർക്ക് കൃത്യമായ നിലക്കുള്ള ദിശാബോധം ഏർപ്പെടുത്തുവാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എത്ര പേര് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഓർക്കണം, ഈ വേഷവിധാനവും മറ്റു കാര്യങ്ങളും ഇസ്ലാമികമായ നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും കിട്ടേണ്ട സമയത്ത് അവർക്ക് കിട്ടിയിരിക്കണം.
ഇല്ലെങ്കിൽ അബദ്ധങ്ങളിലേക്കാണ് അവരെ മാടി വിളിക്കുന്നത്. അവരെ റാഞ്ചി എടുക്കാനുള്ള കഴുകക്കണ്ണുകൾ സന്നദ്ധമാണ്. ദുർബലമായ പ്രായമാണത്. ദൗർബല്യത്തിന്റെ നാളുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇത് കണ്ടില്ലെന്ന് ഒരു രക്ഷിതാവും നടിക്കരുത് എന്ന് എന്നോടെന്ന പോലെ എൻ്റെ സർവ്വ സഹോദരങ്ങളോടും വളരെ വിനയത്തോടുകൂടി ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിൽ വേഷവിധാനത്തിന്റെ കാര്യത്തിൽ സാന്ദർഭികമായിട്ട് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ശരി, അപ്പൊ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതേ ഇസ്ലാം പറഞ്ഞത് നിത്യേന എന്നോണം അതേ അവൻ വൃത്തിയുള്ളവനാകണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. പുരുഷനോട് പറഞ്ഞു, ആർക്കെങ്കിലും തലമുടി ഉണ്ടെങ്കിൽ അവൻ അതിനെ മാനിക്കട്ടെ. തലമുടി ചീകി വെക്കുന്നത്, എണ്ണയിടുന്നത്, ഒതുക്കി വെക്കുന്നത്, കോതി വെക്കുന്നത്, ചീകി വെക്കുന്നത് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സായിറൻ ഫീ മൻസിലിനാ ഫറആ റജുലൻ ശഅസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളുടെ വീടുകളിലേക്ക് ഒരു സന്ദർശകനായിട്ട് വന്നപ്പോൾ ഒരാളെ കണ്ടു. മുടി ജട പിടിച്ച ഒരാളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മുടി ജട പിടിച്ച് പാറിപ്പറന്ന തലമുടിയുമായി കണ്ടൊരാളോട് പറയുന്നു, അമാ കാന യജിദു ഹദാ മാ യുസ്കിനു ബിഹി റഅസഹു. ഇയാൾക്ക് ഇയാളുടെ തലമുടി ഒന്ന് ഒതുക്കി വെക്കാനുള്ളതൊന്നും കിട്ടിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. അതുപോലെ അഴുക്ക് പുരണ്ട വസ്ത്രവുമായി കൊണ്ടൊരാളെ കണ്ടപ്പോൾ ഇയാൾക്ക് ഇയാളുടെ വസ്ത്രമൊന്ന് കഴുകാനുള്ള വകയൊന്നും ഇയാളുടെ കയ്യിലില്ലാതെ പോയോ? ഇയാൾക്കിത് കഴുകി വൃത്തിയാക്കാനൊന്നും കഴിയൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഇസ്ലാം വൃത്തിയുടെയും ശുദ്ധിയുടെയും മതമാണ്. നല്ല രൂപത്തിൽ, നല്ല സംവിധാനത്തിൽ, ഇസ്ലാമികമായി നല്ല വേഷത്തിൽ നടക്കുക എന്നത് ഇസ്ലാം, ഇതൊക്കെ മതപരമായൊരു കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. മുടി ചീകുമ്പോൾ വരെ എങ്ങോട്ട് ചീകണം, എവിടം മുതൽക്ക് തുടങ്ങണം എന്ന് വരെ ഇസ്ലാമിന് നിയമമുണ്ട്. ആദ്യം മുടി ചീകുമ്പോൾ വലതുഭാഗം തുടങ്ങണം എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, വസ്ത്രം ധരിക്കണം, നമ്മളെ ഷർട്ട് ഇടാണ് ആദ്യം വലത്തേ കൈ ധരിക്കാനാ പറയുന്നത്. പാൻറ് ഇടാണ് ആദ്യം വലത്തേ കാലിടാനാ പറയുന്നത്. ചെരുപ്പിടാണ് ആദ്യം വലത് കാല, ഊരുമ്പോഴോ ഒക്കെ ഇടത് ഭാഗത്തു നിന്നായിട്ട് വലതുകൊണ്ട് അവസാനിപ്പിക്കാനും. ഇതിലൊക്കെ നമുക്ക് എത്ര മാതൃകയുണ്ട്. എല്ലാത്തിലും മഹാനായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാർഗദർശനം നൽകാതെ വിട്ടുപോയിട്ടില്ല. മുടിയുടെ കാര്യത്തിൽ ഇസ്ലാം പറഞ്ഞത് ഇന്ന് സമൂഹത്തിൽ പരക്കെ പല ആളുകൾക്കിടയിലും കാണുന്ന മതബോധമില്ലാത്ത ആളുകളിലും മതബോധം ഉണ്ടെന്ന് പറയുന്ന ചിലയിടങ്ങളിലുമൊക്കെ കാണുന്നതാണ് തലമുടി കൊണ്ടുള്ള ഒരുപാട് സ്റ്റൈലുകളികൾ. ഇസ്ലാം പറഞ്ഞു, നഹ അനിൽ ഖസഅ. ഖസഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എന്താണ് ഖസഅ എന്ന ചോദ്യത്തിന് അതേ അത് മനസ്സിലാക്കിയവരുടെ മറുപടി പറഞ്ഞത് എന്താണ്? യുഹല്ലിഖു ബഅദ റഅസി സബിയ്യി വയത്രകു ബഅദ്. തലമുടിയുടെ ഒരു ഭാഗം വടിക്കുക, മറ്റേ ഭാഗം വിടുക. കണ്ടിട്ടില്ലേ ഇന്നത്തെ സ്റ്റൈല്? എന്തൊക്കെ സ്റ്റൈലിന്റെ പേര്, അപ്പാച്ചി സ്റ്റൈല്, മറ്റേ സ്റ്റൈല്, ആ സ്റ്റൈല്, ഈ സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞിട്ട് നടുക്ക് മാത്രം ഉണ്ടാവും ഒരു തൊപ്പി വെച്ചതുപോലെ, കറുത്ത തൊപ്പി വെച്ചതാണെന്ന് തോന്നും. വൃത്തികെട്ട ശൈലി. എന്നിട്ട് 4 ഭാഗവും വടിച്ച് ഫിറ്റാക്കി. ഓരോരുത്തരും ഓരോ ശൈലിയാണ്, ഓരോ സ്റ്റൈലും. അതുപോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പഠിച്ച് അപ്പുറത്താക്കി എന്തൊക്കെ വൃത്തികേടുകളാണ് തലമുടി കൊണ്ട് ചെയ്യുന്നത്. എടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ എടുക്കുക. അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ള രീതി. അതല്ലാതെ കുറച്ച് ഭാഗം പഠിച്ച് കുറച്ച് ഭാഗം വെട്ടി കുറച്ച് ഭാഗം ഒഴിവാക്കി ഈ രൂപത്തിൽ അത് ഖസഇന്റെ ഇനത്തിലാണ് വരുന്നത്. ഖസഅ് വിരോധിക്കപ്പെട്ട രീതിയാണ്. ചെറിയ കുട്ടികളൊക്കെ ചില രക്ഷിതാക്കൾ ബാർബർ ഷാപ്പ് കൊണ്ടുപോയിട്ട് ഏട്ടങ്ങാറായിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടും തലേണ്ട്. ഈ രൂപത്തിലുള്ള ശൈലികളൊന്നും പാടില്ല. അതുപോലെ തന്നെ പുരുഷ ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ താടി വളർത്തണം. ഇസ്ലാമിന്റെ നിയമമാണത്. മീശ വെട്ടി ചെറുതാക്കണം. ധാരാളം ഹദീസുകളിൽ വിശദീകരിക്കേണ്ടതില്ലാത്തത്ര 10-16ഓളം സ്വഹാബിമാരുടെ റിപ്പോർട്ടുകളിൽ, റിവായത്തുകളിൽ വ്യത്യസ്ത നിലക്ക് താടി വളരാൻ വിടുക, താടി വളർത്തുക, താടി വളർത്തുക, നിങ്ങൾ മീശ വെട്ടി ചെറുതാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ താടി വളർത്തുക എന്ന് പറയുമ്പോൾ അത് ഇസ്ലാം ഏറിയാൽ ഒരു പിടുത്തം കഴിഞ്ഞ് ബാക്കി വേണമെങ്കിൽ കട്ട് ചെയ്യാനാണ്. അതിലപ്പുറമുള്ള ഈ ചെറിയ താടിൻ്റെ ഉമ്മിക്കരി വെച്ചതുപോലെ അതൊന്നും താടിയാവില്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ് സഹോദരന്മാർ. ചിലർ ചോദിക്കണം, എന്താ നിർബന്ധ, എന്താ ചെയ്താപ്പ എന്താ കുഴപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ എനിക്ക് സ്വാതന്ത്ര്യമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ.
ഒരു സത്യവിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം വന്ന വിഷയത്തിൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് തെരഞ്ഞെടുക്കട്ടെ എന്ന പ്രത്യേകമായ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല. ആരെങ്കിലും അല്ലാഹുവിൻ്റെയും അവന്റെ റസൂലിൻ്റെയും കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ സുവ്യക്തമായ വഴിപിഴപ്പാണ് പിഴച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, പുരുഷലോകത്തിന് അല്ലാഹു തആല തന്നിട്ടുള്ള അനുഗ്രഹമാണ് അവന്റെ മുഖത്തെ രോമം. അതൊരിക്കലും വടിച്ച് വെളുപ്പാക്കിയിട്ടുള്ള സൗന്ദര്യ പ്രകടനം വേണ്ട. ചില ആളുകൾ പറയുന്നു, അതേ ഹദീസിലുണ്ട്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, നിശ്ചയമായും അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതാ ദുർവ്യാഖ്യാനം എന്ന് പറയുന്നത്. ദുർവ്യാഖ്യാനം ചെയ്യാൻ ഞാൻ ഹദീസ് ഓതിയിട്ട് എനിക്കൊപ്പിച്ച് അർത്ഥം വെക്കുക. ആ ഹദീസിന്റെ അർത്ഥം അതാണോ? അല്ല ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ഉദ്ദേശം താടി വടിച്ച് വെളുപ്പാക്കണമെന്നാണോ? സ്ഥിരം ആൾക്കാർ ബ്രഷ് ചെയ്യും പോലെ കണ്ണാടിയിലൊക്കെ ഇരുതും വെളുക്കുകയാണ് എല്ലാ ദിവസവും. മുസ്ലിമിന്റെ ഒരു ദിവസം നമ്മളെ വിഷയമായി. അപ്പോൾ പല്ല് വെക്കുക, ബ്രഷ് ചെയ്യുക, ആ രൂപത്തിലുള്ള സംവിധാനം, കുളിയൊക്കെ നടത്തുക, നിങ്ങൾ തടവിയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ നോമ്പുണ്ടോ നൗട്ടനെ വടിച്ച് ക്ലീനാക്കി. സഹോദരന്മാരെ, ദിനേന ഈ ഹറാം എന്തിനാ ചെയ്യുന്നത്? ഇത് വലിയ വിഷയമാണ്, വലിയ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഒരു സുന്നത്തല്ലേ, സുന്നത്തോ നിർബന്ധമോ അവിടെ നിൽക്കട്ടെ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യമല്ലേ, നമ്മൾ എന്തിനാണത് പഠിച്ചു നീക്കുന്നത്, എന്തിനാണത് ഒഴിവാക്കുന്നത്? ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരോടാ ധിക്കാരം കാണിക്കുന്നത്, ആരെയാണ് എതിർക്കുന്നത്? നാളെ പരലോകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൃദ്ധമായ താടിയുള്ള നേതാവിന്റെ മുഖത്തേക്ക് നമ്മൾ ഈ ക്ലീൻ ഷേവ് കൊണ്ട് നോക്കണ്ടേ? അള്ളാന്റെ റസൂലിനെ കാണണ്ടേ? അവിടുത്തെ കയ്യിൽ നിന്ന് നമുക്ക് ഹൗദുൽ കൗസർ കിട്ടണ്ടേ? അത് കുടിക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കണം. ആരെയും കുറ്റപ്പെടുത്തല്ല സഹോദരന്മാരെ, വേദന കൊണ്ട് പറയാണ്. എല്ലാവരും അവരെ, ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കുക, ഓരോരുത്തരും ശ്രദ്ധിക്കുക, നമ്മളിതൊന്ന് ശ്രദ്ധിക്കുക. എന്താ നമുക്കതുകൊണ്ടൊരു നഷ്ടം? എന്താണ് നമുക്ക്? എത്ര സമയലാഭമാണ്? എല്ലാ ദിവസവും ഇതിങ്ങനെ വടിച്ചു വെളുപ്പാക്കാൻ എത്ര നേരം വേണം, എത്ര ബ്ലേഡ് വാങ്ങണം, എത്ര സമയനഷ്ടമാണ്, അത് പതപ്പിക്കാൻ എത്ര സോപ്പ് വാങ്ങണം. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നിങ്ങളോട് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച ഒരു കാര്യം നമ്മൾ എന്തിനു വേണ്ടി സഹോദരന്മാരെ ഒഴിവാക്കണം? ഞാൻ ആരെയും പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയാണെന്ന് ഇത് കേൾക്കുന്ന ഒരു മാന്യരായ ശ്രോതാക്കളും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിന്റെ കോടതിയിൽ ഈ സംസാരമുണ്ടാകും, ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകും. ആർക്കും വേണ്ടിയിട്ടല്ല പറയുന്നത്. നമ്മുടെയൊക്കെ ഖബറ് ശാന്തമായ ഖബറാവണം, നമുക്കവിടെ സമാധാനം കിട്ടണം, പരലോകത്ത് നമുക്ക് പുണ്യം കിട്ടണം. ആ ഒരൊറ്റ ഒരു വികാരം മാത്രമേ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകാവൂ. അല്ലാതെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയാണ് ആരെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആ ചിന്താഗതി നിങ്ങൾ മാറ്റം വരുത്തണമെന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. മാത്രല്ല, ചില ആളുകളൊക്കെ ഇത് ദുർവ്യാഖ്യാനിക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ ഹദീസ് ഓതിയിട്ടാ ചിലർ പറയുന്നത് താടി വടിച്ച് വെളുപ്പാക്കുക വേണ്ടത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ല ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ പറഞ്ഞത്? ഇത് കേട്ടത് ഞാനോ നിങ്ങളോ അല്ലല്ലോ, സഹാബിമാരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോഴും അവിടുത്തെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട്. എന്ത്? അല്ല ഭംഗിയുള്ളവനാണ്, ഭംഗിയുള്ളവനെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് താടി വടിക്കണം എന്ന് പറയുന്ന ഹദീസ് അതാരാ പറയണേ? അള്ളാഹിന്റെ റസൂല്. പറയുമ്പോൾ അവിടുത്തെ മുഖത്ത് ഒരുപാട് താടി രോമങ്ങളുണ്ട്, സമൃദ്ധമായ താടിയുണ്ട്. കേൾക്കുന്നവരാരാ? സഹാബത്ത്. കേൾക്കുന്ന സഹാബത്തിന്റെ മുഴുവൻ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട്. അവർക്ക് ആർക്കും, പറഞ്ഞ റസൂലുള്ളാഹിക്കും തോന്നിയില്ല, കേട്ട സഹാബത്തിനും തോന്നിയില്ല, ഞാൻ ഈ പറഞ്ഞ ഹദീസ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കേട്ട ഹദീസ് ഞങ്ങളെ താടിക്ക് എതിരാണ്. അവർക്കാർക്കും തോന്നിയില്ല. അവർക്കൊന്നും മനസ്സിലാകാതെ എങ്ങനെ സുഹൃത്തുക്കളെ ആ ഹദീസിന്റെ വ്യാഖ്യാനം അങ്ങനെയെന്ന് നമ്മളിൽ ചിലർക്ക് മനസ്സിലായത്? അപ്പൊ അത് ദുർവ്യാഖ്യാനല്ലേ? ഇതാ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഒരു പുണ്യം നഷ്ടപ്പെടുത്തി കളയരുത് സുഹൃത്തുക്കളെ. ഉറങ്ങുമ്പോൾ പോലും നമുക്ക് നന്മയുടെ ഗണത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തുള്ള താടിരോമമാണ്. ഉറങ്ങുമ്പോൾ പോലും ആ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ സഹോദരിമാരോടും പറയാണ്, നിങ്ങളൊരൊറ്റ ഭർത്താക്കന്മാരെ അതിനു വേണ്ടി വടിക്കാൻ പ്രേരിപ്പിക്കരുത്. പല ഭർത്താക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ ഭാര്യ നിർബന്ധിച്ചിട്ടാണ്. ആ സഹോദരൻ ചിന്തിക്കണ്ടേ, ഈ ഭാര്യ ഖബറിലുണ്ടോ? ഈ ഭാര്യ നാളെ പരലോകത്ത് ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടൂലേ? ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഓടൂലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. മനുഷ്യൻ അവന്റെ മാതാപിതാക്കളിൽ നിന്ന് ഓടുന്ന ദിവസം,
ഭാര്യയിൽ നിന്നോടുന്ന ദിവസം, മക്കളിൽ നിന്നോടുന്ന ദിവസം, ആർക്കും ആരെയും വേണ്ട, ആർക്കും ആരുടെയും കാര്യം നോക്കാൻ നേരമില്ല. എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടേതായ പ്രശ്നങ്ങൾ തന്നെ എമ്പാടുമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതുപോലെ തന്നെ മീശ, കട്ടിയുള്ള മീശ അങ്ങനെ വെക്കും, താടി ഇങ്ങനെ വടിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മീശ പറ്റ വടിച്ചു കളയലല്ല വേണ്ടത്, ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചുണ്ടിന്റെ ചെമപ്പ് വെളിവാകുന്ന നിലക്ക് ഇങ്ങോട്ട് തൂങ്ങരുത്. മീശയുടെ രോമം ചുണ്ടിലേക്ക് നീങ്ങരുത്. അതുകൊണ്ട് അതിന്റെ ആ കൃത്യമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അതിന്റെ ബോർഡർ വരച്ച് വെച്ചതുപോലല്ലേ ആ ചുണ്ടിന്റെ ആ ശഫത്ത്, ആ ചുമപ്പ് വെളിവാകുന്ന നിലക്ക് അവിടേക്ക് അല്പം തൂങ്ങി നിൽക്കുന്ന വെട്ടി ക്ലിയർ ആക്കുക എന്നാണ് ഇസ്ലാം പറഞ്ഞു. ഹല്ലിഖുശവാരിബ് എന്നല്ല ഹദീസിലുള്ളത്. നിങ്ങൾ മീശ വടിക്കുക എന്നല്ല, ചെറുതാക്കുക. എന്നിട്ട് അത് ചിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെട്ടിന് കളഞ്ഞാൽ അത് ആ ചുണ്ടിലേക്ക് ഇറങ്ങാതെ ആ നിലക്കാക്കി തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരണം. നമ്മളിതിങ്ങനെ ഭയങ്കര കട്ടിയുള്ള മീശയും വെച്ച് താടി ഇങ്ങനെ വടിക്കുകയും ചെയ്ത് അതിങ്ങനെ തൂങ്ങി ആ ആഭാസകരമായൊരു മുസ്ലിമിന് പറ്റൂല. നമ്മളത് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നവർ പലരും ഉണ്ടാവും. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് ആ രണ്ടാമത്തെ കലിമ? വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലായിട്ട് അല്ല ഞങ്ങളിലേക്ക് അയച്ച മുത്ത് നേതാവാണ്. ആ നേതാവ് പറഞ്ഞതിൽ പൊളിയില്ല, മുഴുവനും സത്യമാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും കാലോചിതമാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും എല്ലാ കാലത്തേക്കും ഫിറ്റായ നിയമങ്ങളാണ്. ഇതാ നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് അതിനോട് നമുക്ക് കൂറുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ആ ഒരു നിലക്കുള്ള മാറ്റത്തിന് വിധേയരാകണം. അതുപോലെ തന്നെ ഏതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നരച്ച മുടിയുടെ കളറ് മാറ്റുന്ന വിഷയമാണ്. ഡൈ ചെയ്ത് കറുത്ത നിറത്തിലാക്കാൻ പാടുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മക്കം ഫത്ഹിന്റെ ദിവസമതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പയായ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുവരപ്പെട്ടപ്പോൾ പ്രായം ചെന്ന വയോവൃദ്ധനായ അബൂ ഖുഹാഫ, അദ്ദേഹത്തിന്റെ തലയും അതുപോലെ തന്നെ താടിയുമൊക്കെ വല്ലാതെ നരച്ച് തിളങ്ങി വെളുത്ത രൂപത്തിലുള്ള താടിയും തലയും കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗയ്യിറൂ ഹാദാ ബിശൈഇ, വല്ല കളറുകളും കൊടുത്തുകൊണ്ട് ഇതൊന്ന് ചേഞ്ച് ചെയ്യൂ, ഈ നരയൊന്ന് മാറ്റിയെടുക്കൂ, ഇതിന്റെ കളറൊന്ന് മാറ്റാൻ പറഞ്ഞു. പക്ഷേ ഉടനെ തന്നെ പറഞ്ഞു, വജ്തനിബുസ്സവാദ്, കറുപ്പ് ഒഴിവാക്കുകയും ചെയ്യുക. അപ്പൊ നല്ല കറുപ്പ്, ബ്ലാക്ക് ഒഴികെയുള്ള ഏത് കളറും കൊടുക്കാം. ബ്ലാക്ക് ഒഴികെയുള്ള ഏത് കറുപ്പ്, ചുവപ്പോ പഞ്ഞയോ അതുപോലെ തന്നെ പിന്നെ എന്താണ് മറ്റേ ബ്രൗണോ, എങ്ങനെ കാപ്പി കളറോ, എങ്ങനെയാണെങ്കിൽ അതൊക്കെ ആവാം. മറിച്ച് കറുപ്പ് കൊടുക്കുമ്പോൾ ഒറിജിനൽ മുടിയുടെ കളറായി. അത് പാടില്ല. എത്രത്തോളം അങ്ങനെ ആ രൂപത്തിൽ അങ്ങനെ പ്യുവർ ബ്ലാക്ക് കൊടുക്കുന്നത് സ്വർഗത്തിന്റെ പരിമളം പോലും നിഷേധിക്കപ്പെടാൻ നിമിത്തമാകും എന്ന് വരെയുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളിങ്ങനെ ഈ കളർ ഡൈ ചെയ്ത് അങ്ങനെ ആ രൂപത്തിലാക്കുമ്പോൾ അത് ഇസ്ലാം വിരോധിച്ചൊരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഗൗരവത്തോടുകൂടെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും പലപ്പോഴും എല്ലാ ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ കറുപ്പല്ലാത്ത നിറങ്ങൾ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രോത്സാഹിപ്പിച്ചു. കറുപ്പ് ശരിയല്ല. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യും? നിരങ്ങനെ തുടങ്ങുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കുറെ ആകുമ്പോൾ പിന്നത് കളറൊക്കെ മാറ്റും, പറിച്ചെടുക്കും, പ്ലക്ക് ചെയ്തെടുക്കുക. എന്താണ് അതിന്റെ വിധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻതിഫു ശൈബ്, നിങ്ങൾ നര പറിച്ചെടുക്കരുത്, നരച്ച മുടി നിങ്ങൾ പറിച്ചെടുക്കരുത്. فإنه نور المسلم من شاب شيبة في الإسلام كتب الله له بها حسنة وكفر عنه خطيئة ورفعه بها درجة. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നിങ്ങൾ നരച്ച മുടി പറിച്ചെടുക്കരുത്, അത് മുസ്ലിമിന്റെ പ്രകാശമാണ്. ആരെങ്കിലും ഇസ്ലാമിൽ മുസ്ലിമായ നിലക്കവന് നരവന്ന് കഴിഞ്ഞാൽ അള്ളാഹു അത് മുഖേന അവന് പുണ്യം രേഖപ്പെടുത്തുന്നു. അവന്റെ പാപങ്ങൾക്കതാ അതിൽ നിന്ന് പൊറുക്കപ്പെടുന്നു. അവന്റെ പാപം പൊറുക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിങ്കലേക്കുള്ള അവന്റെ പദവി അത് മുഖേന ഉയരുകയും ചെയ്യുന്നു. അപ്പൊ അത് പറിച്ചെടുക്കാൻ പാടില്ല. ഒരാൾ പ്രായമായിട്ട് ഇങ്ങനെ വരുമ്പോൾ
അയാൾക്കത് ഇസ്ലാമികമായിട്ട് കൂടുതൽ പരലോകത്തെ പറ്റി ജാഅക്കുമുൻ നദീർ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ? മുന്നറിയിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ നേരെയാണ്, അങ്ങനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ? അതെ, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളോട് പറയണേ സമയമായിട്ടുണ്ട്, പോകാനായി തുടങ്ങിയിട്ടുണ്ട്, ചിന്തിക്കാനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയാണ് അല്ലേ? മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നും ഈ ഓജസ്സും തേജസ്സുമുണ്ടോ? ഈ തൊലിയുടെ മാർദ്ധവമുണ്ടോ? ഇത് ചുക്കിച്ചുളിയുന്നു, കണ്ണുകുഴിയുന്നു, മൂക്ക് വളയുന്നു. അതേ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും അതേ വല്ലാത്ത രൂപത്തിലുള്ള തളർച്ച ബാധിക്കുന്നു, ഓർമ്മശക്തി മങ്ങുന്നു, കേൾവി മങ്ങുന്നു, കാഴ്ച മങ്ങുന്നു. ഇതാ ജീവിതം. ഒരു നല്ല ആപ്പിള് എത്ര നേരം അതിന്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് കഴിയും? ഒരു നല്ല ഓറഞ്ച് അതിന്റെ ഭംഗി എത്ര നേരം ആസ്വദിക്കാൻ കഴിയും? കുറച്ച് കഴിയുമ്പോഴേക്കതാ ചീഞ്ഞു നാറി കെട്ടുപോയി. ഇതേപോലെയാണ് നമ്മളും, മനുഷ്യന്റെ ജീവിതം അതാണ്. പെട്ടെന്ന് നശിച്ചു പോകുന്നു. മാറ്റങ്ങൾ, ചേഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ, ജീവിതം അത്രയേയുള്ളൂ. ആ ഉള്ള ജീവിതത്തിനിടക്ക് റബ്ബിന് വെറുപ്പുള്ളത് ചെയ്യാതിരിക്കാൻ നോക്കലാണ് ബുദ്ധി. ആ സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടത്. കഴിയുന്നത്ര നമ്മൾ അത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. നിലപറിച്ചെടുക്കൽ പെണ്ണുങ്ങൾക്ക് പറ്റും, ആണുങ്ങൾക്ക് കുഴപ്പമൊന്നും ആരും വിചാരിക്കണ്ട. ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നരച്ച മുടിയൊന്നും കാണണ്ടെന്നുള്ളതിലേക്ക് പെണ്ണിന് ഡൈ അടിക്കാൻ പറ്റുമോ? കറുപ്പ് പാടില്ല. പെണ്ണാണെങ്കിലും പറ്റൂല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒക്കെ ഈ നിയമത്തിലുള്ള കാര്യങ്ങൾ തുല്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞതാണ്, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത് വന്നാമിസാതി വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാതി ലിൽ ഹസനി അൽ മുഗയ്യിറാതി ഖൽഖില്ലാഹ്. അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെയൊക്കെ? അൽ വാശിമാത്ത്, അലങ്കാരത്തിന് വേണ്ടി അതാ പച്ചകുത്തുന്ന പെണ്ണുങ്ങളെ, പച്ചകുത്തുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും അതാ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കണ്ടിട്ടില്ലേ? പല ആളുകളും എല്ലായിടങ്ങളും നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് പച്ചകുത്തുന്നത്. പ്രത്യേകമായിട്ടൊരു രൂപത്തിൽ ഇടങ്ങേറായി അത് സൂചി കുത്തി പൊള്ളിച്ച് ഉള്ളിൽ എന്തൊക്കെ നിറച്ച് പല കളറിലായിട്ട് പച്ചകുത്ത്. കയ്യിലും മുഖത്തും അതുപോലെ തന്നെ കൈത്തണ്ടയിലും കൈയിൻ്റെ മുഴങ്കയിലും കാലിലും എവിടെയൊക്കെയാണോ ചെയ്യാൻ പറ്റുക അവിടെയൊക്കെ പച്ചകുത്തുന്ന രീതി അള്ളാഹിന്റെ ശാപം കിട്ടുന്ന കാര്യമാണ്. അത് ചെയ്യുന്ന പുരുഷനെയും അത് ചെയ്യുന്ന സ്ത്രീയെയും അള്ളാഹ് ശപിച്ചിട്ടുണ്ട്. എന്താ ശാപം? ലഅനത്ത്, അള്ളാഹിന്റെ ശാപം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഭയങ്കരമായ തെറ്റാണ്. അതെ, അപ്പൊ നമ്മൾ സമാധാനിക്കും, അതൊന്നും ഏതായാലും ഞങ്ങൾ ചെയ്യുന്നില്ല, അതൊക്കെ വേറെ ചില ആളുകളാണ്. എന്നാ കേട്ടോ, പൊതുവിൽ സ്ത്രീകളിൽ കാണുന്ന ഒരു സമ്പ്രദായം വന്നാമിസാതി വൽ മുതനമ്മിസാത്ത്, പുരികം നേർപ്പിക്കുന്ന പെണ്ണുങ്ങളെയും അത് ചെയ്തു കൊടുക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കണ്ടോ, പുരികം ഒന്നുകിൽ പറ്റൻ വടിച്ചു കളയും പെണ്ണുങ്ങൾ, പറ്റ പുരികാണ് വടിച്ചു കളഞ്ഞിട്ട് പിന്നെ ഐലൈനർ കൊണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ അതിങ്ങനെ മേലോട്ട് കൊണ്ടുപോയിട്ട് മുഖത്തിന്റെ വിസ്തൃതം കൊണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കോലത്തിലും മുകളിലേക്കും ചാഞ്ഞും. അതുപോലെ തന്നെ ഉള്ള മുടി പറ്റ വടിച്ചു കളയാതെ രണ്ട് സൈഡ് ഇങ്ങനെ കൃത്യമായിട്ട് വടിച്ചു കളഞ്ഞിങ്ങനെ ഒരു നൂല് പോലെയാക്കലും. ഏതെല്ലാം ഇന്ന് സലൂണുകളിൽ വെച്ചും അല്ലാതെയും ഒക്കെ ആളുകൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുവോ എല്ലാം അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ്. പാടില്ല. അതവസരത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ കാഴ്ചക്ക് ഭംഗം വരുന്ന നിലക്ക് പുരികം വല്ലാതെ തൂങ്ങി നിൽക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. ഇതല്ല, ഇത് പറ്റ വടിച്ച് അല്ലെങ്കിൽ നേർപ്പിച്ച് അതിങ്ങനെ അമ്പ് പോലെ മറ്റു രൂപത്തിലൊക്കെ ആക്കി പല രൂപത്തിൽ. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന പുരികമുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മുറിച്ച് വേറെയാക്കി ഏതെല്ലാം രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുവോ സഹോദരിമാരെ, പാടില്ല, പാടില്ല. അതുപോലെ തന്നെ പല്ലുകൾക്കിടയിൽ പ്രത്യേകം രാഗി വടവ് ഉണ്ടാക്കുക, ഉള്ള പല്ല് ചെറുതാക്കുക, ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും അതൊക്കെ പാടില്ലാത്ത സംഗതിയാണ്. അതുപോലെ തന്നെ കേട്ടോ, ലഅനല്ലാഹുൽ വാസില വൽ മുസ്തൗസില, മുടി കൂട്ടിച്ചേർക്കുന്ന പെണ്ണിനെയും അതിനാവശ്യപ്പെടുന്നവളെയും അത് ചെയ്തു കൊടുക്കുന്നവളെയും ഒക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. കൃത്രിമ മുടി കൂട്ടിച്ചേർക്കുക, മുടി കൂട്ടിച്ചേർക്കാൻ പാടില്ല. എത്രത്തോളം നമ്മൾ അത് ചിലപ്പോൾ നിർബന്ധിത സാഹചര്യമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തൂടെ എന്ന് ഒരു പക്ഷേ സഹോദരന്മാരെ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ഉമ്മ പറയാണ്, സഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്. ഇന്നംറഅതൻ മിനൽ അൻസാരി സവ്വജത് ഇബ്നതൻ ലഹാ ഫഷ്തകത് ഫതസാഖത ശഅറുഹാ
فأتت النبي صلى الله عليه وسلم فقالت إن زوجها يريدها أفأصل شعرها فقال رسول الله صلى الله عليه وسلم لعن الواصلات. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതേ ആ കാലത്ത് നടന്ന സംഭവം പറയുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഇന്നംറഅതം മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരി, ഒരു സ്ത്രീ, അൻസാരികളായ ഒരു സഹാബ വനിത, സവ്വജത് ഇബ്നതൻ ലഹാ, അവരുടെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു, നിക്കാഹ് ചെയ്തു കൊടുത്തു. ഫസ്തകത്ത്, ആ കുട്ടി രോഗിയായി. ഫതസാഖത ശഅറുഹാ, ആ പെൺകുട്ടിയുടെ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി. ഫഅതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അൻസാരി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇന്ന സൗജഹാ യുരീദുഹാ, ഈ പെൺകുട്ടിയെ, ഈ വധുവായ പെൺകുട്ടിയെ ഭർത്താവിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കേണ്ട ദിവസമായിട്ടുണ്ട് നബിയെ. ആ കുട്ടിക്കാണെങ്കിൽ മുടി കൊഴിച്ചിലുണ്ട്, മുടിയൊക്കെ കൊഴിഞ്ഞ് മുടിയുടെ ഉള്ളൊക്കെ പോയി, മുടിയൊക്കെ നഷ്ടമായിട്ടുണ്ട്. അഫ അസിലു ശഅറഹാ, അവളുടെ മുടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെയോ, മുടി കുറച്ച് കൂട്ടിച്ചേർത്ത് വെക്കട്ടെയോ എന്ന് ചോദിക്കുകയാണ്. എത്ര നിർബന്ധിതമായ സാഹചര്യമാണ് നിങ്ങൾ ഓർക്കണം. അതേ നവവധുവാണ് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം. ആ പെണ്ണ് ചെറുപ്പക്കാരിയായ ഒരു പുതുപെണ്ണായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അങ്ങനത്തെ പെണ്ണിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅനല്ലാഹുൽ വാസിലാത്ത്, അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു, മുടി കൂട്ടിച്ചേർക്കുന്നവളെ ശപിച്ചിരിക്കുന്നു. അതേ ലുഇനൽ വാസിലാത്ത്, ഇങ്ങനെ മുടി ചേട്ടി ചേർക്കപ്പെടുന്നവൾ ശപിക്കപ്പെട്ടവളാണ്. സഹീഹ് മുസ്ലിമിലുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി മുടി കൂട്ടിച്ചേർക്കുക, ഇതാണുങ്ങൾക്കും ബാധകമാണ്, ഇതാണുങ്ങൾക്കും ബാധകമാണ്. ആണുങ്ങൾ മുടിയില്ലാത്ത ആളുകൾ ഇങ്ങനെ പല രൂപത്തിലുള്ള പരസ്യങ്ങളും സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ മുടി വെക്കും. പാടില്ല, പാടില്ല എന്ന് തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാമികമായ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക സഹോദരന്മാരെ. ആണായാലും പെണ്ണായാലും ഇങ്ങനെ മുടി കൂട്ടിച്ചേർത്ത് കൃത്രിമ മുടി വെച്ച് അലങ്കാരങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല. മാത്രമല്ല, ഇന്ന് ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, മതബോധം ഉണ്ട് എന്ന് പറയുന്നവരും ഇവിടെ വന്ന് നോക്കുമ്പോൾ കിട്ടിയ വേറെ സ്റ്റൈലുണ്ട്. അതെന്താ, മുടിക്കെട്ട് പോലെ ഒന്നാകെ ഇങ്ങനെ കെട്ടിവെച്ച് അയിമൽക്ക് ഇങ്ങനെ മക്കനെ വെച്ച് വേറൊരു കോലത്തിലാക്കുക, തലന്റെ വലുപ്പം ഒന്നാകെ ഇങ്ങോട്ട് കാണിക്കുകയാണ്. അതിനൊരു പക്ഷേ കൃത്രിമ മുടിക്കെട്ട് തന്നെ വെക്കും. ഇല്ലെങ്കിൽ മാർക്കറ്റുകളിൽ ആ രൂപത്തിലുള്ള റിബണുകളും മറ്റു രൂപത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചാൽ ഒന്നാകെ അങ്ങോട്ട് പൊന്തിരും. ഇതൊക്കെ കൂടി പെണ്ണിന്റെ മുടിയാണ് തോന്നിപ്പിക്കണ നിലക്ക് അതാ പർദ്ദക്കെട്ട് അതിനാ സ്റ്റൈലിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി അതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഒന്നാകെ തല എന്തോ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മാഇലാ, അതേ ആ പെണ്ണുങ്ങളുടെ തലകൾ കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ, ചാഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ചാഞ്ഞും ചരിഞ്ഞും കൊണ്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞകളെ പോലെയുള്ള തലകളുമായി നടക്കുന്ന പെണ്ണുങ്ങൾ. അവരുടെ തലമുടി കൊണ്ടത് മുകളിലേക്ക് കെട്ടിവെച്ച്, അതല്ലെങ്കിൽ അതേ പുരുഷന്മാരെ പോലെ അടിയിൽ തൊപ്പിയും തലപ്പാവ് പോലെയൊക്കെ ചുറ്റിക്കെട്ടിയിട്ട് പിന്നെ അതിന്മേലിങ്ങനെ തട്ടവും ചുറ്റിക്കെട്ടിയിട്ട് തലയിലതാ ഒരു പൂഞ്ഞ പോലെ കെട്ടിവെച്ച് ബാക്കിലും മുന്നിലുമൊക്കെ ആയിക്കൊണ്ട് ആ രൂപത്തിലുള്ള വശീകരണ മോഡലുമായി കൊണ്ടുള്ള തലയുമായി നടക്കുന്ന പെണ്ണ്, ലാ യദ്ഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കൂല, വലാ യജിദിന റീഹഹാ, സ്വർഗീയ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കിട്ടില്ല. മനസ്സിലാക്കണം. അപ്പൊ കൃത്രിമ മുടികൾ ചേർത്ത് മുടിക്കെട്ട് വലുതാക്കിയിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ തൊപ്പിയും തലപ്പാവൊക്കെ അണിഞ്ഞിട്ട് തല കനപ്പിച്ചിട്ടോ ഒക്കെ നടക്കുന്നത് തെറ്റാണ് എന്നാണ്. അതൊക്കെ ഈ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിപ്പോർട്ടുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇതൊക്കെ ഖുർആനിൽ തന്നെ വായിച്ചാൽ കിട്ടുന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സഹാബിയാണ്, നടന്നൊരു സംഭവം പറയുന്നത്. ചില ആളുകളൊക്കെ അത് പറയുമ്പോൾ ചോദിക്കൽ, അങ്ങനെ ഖുർആനിലുണ്ടോ, ഇതൊന്നും പാടില്ല എന്ന് ഖുർആനിലുണ്ടോ, അങ്ങനെ ഉണ്ടോ, തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രഗൽഭനായ സഹാബിയാണ്. മഹാനവറുകൾ ഒരിക്കൽ ഇങ്ങനെ പച്ച കുത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, പുരികം ഈ രൂപത്തിൽ വടിച്ചു കളയുന്നവരെ, ആ നിരക്കുള്ള ആളുകളെ ഒക്കെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരി എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത്, എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കെന്താ പേടി,
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചവരെ ശപിക്കുന്നതിന് ഞാൻ എന്തിനു ഭയപ്പെടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വഫീ കിതാബില്ലാ, അള്ളാന്റെ കിതാബിലുമുള്ള കാര്യത്തെ എതിർക്കാൻ ഞാൻ ആരെ ഭയപ്പെടണം? സഹാബി ചോദിക്കാണ്, ബുഖാരിയിലുള്ള സംഭവ. അപ്പൊ ഈ സഹാബാവെന്ത് ചോദിച്ചു, ലഖദ് ഖറഅതു മാ ബൈനൽ ലൗഹൈനി, രണ്ട് ചട്ടക്കുള്ളിലുള്ള ഖുർആൻ മുഴുവനും ഞാൻ ഓതിയിട്ട് ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരായത്ത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ സഹാബിയായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കുന്നു, വല്ലാഹി ലഖദ് ഖറഅതിഹി ലഖദ് വജദ്തിഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, നിങ്ങളായത്ത് ഓതിയിട്ടുമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഏതാണ് ആയത്ത്? കേട്ടോ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ, റസൂല് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണേ, അവിടുന്ന് നിങ്ങളോട് എന്തിനെക്കുറിച്ച് വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണേ, നിങ്ങൾ വിട്ടു നിൽക്കണേ എന്ന ആയത്ത് നിങ്ങൾ ഓതിയിട്ടില്ലേ? അള്ളാന്റെ റസൂല് കൊണ്ടുവന്ന അതേ അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിക നിയമങ്ങളിൽ ഇതൊക്കെ വിരോധിച്ചതുണ്ട്, അതുകൊണ്ട് ഇത് ഖുർആനിലും ഉള്ളതുപോലെയായി. സഹീഹ് ബുഖാരിയിൽ കാണാം. അപ്പോ ഇതൊക്കെ പുരുഷനും സ്ത്രീക്കൊക്കെ ബാധക. പിന്നെന്താ, ഹദീസുകളിലൊക്കെ പുരുഷന്മാരുടെ കാര്യം പറയുന്നില്ലല്ലോ. അങ്ങനെ നമുക്കൊരു സംശയം ഉണ്ടാകും. വാസിലാത്ത്, വാശിമാത്ത്, മുത്തനമ്മിസാത്ത്, നാമിസാത്ത് എന്നൊക്കെയല്ലേ കാണുന്നുള്ളൂ, ആണുങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു സംശയം ഉണ്ടാകും. അത് വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാര് പറയാണ്, വതഖ്സീസുൻ നിസാഇ ബിൽ ഐനി, പുരുഷ സ്ത്രീകളെ പ്രത്യേകം ഇത് ശാപം കൊണ്ട് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അത് പുരുഷന്മാര് പെടൂല എന്ന നിലക്കല്ല, മിൻ ബാബിൽ അഗ്ലബിയ്യ, മിക്കവാറും ഭൂരിപക്ഷവും ഇത് ചെയ്യൽ സ്ത്രീകളുടെ പഴിവാട് എന്നതുകൊണ്ടാ അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. കാരണം സ്ത്രീകളിലാണ് ഇതൊക്കെ കൂടുതൽ മികച്ചു നിൽക്കുന്നത്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചില്ലേ, നായിഹാത്തുകളെ വിരോധിച്ചു. അതേ മരണം നടന്നതിന്റെ പേരിൽ മാറത്തടിച്ച് മുടിയഴിച്ച് നിലവിളിച്ച് അട്ടഹസിക്കുന്ന പെണ്ണുങ്ങളെയാണല്ലോ അള്ളാന്റെ റസൂൽ ശപിച്ചത്. അതേ അവസരത്തിൽ ഒരാണുങ്ങളും അങ്ങനെ പൊട്ടിക്കരഞ്ഞാലോ, ആണും അങ്ങനെ നിലവിളിച്ച് ആർത്തട്ടഹസിച്ചുകൊണ്ട് മരണദുഃഖത്തിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചാലോ അയാൾക്കും ശാപമുണ്ടാവൂലേ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാ പെണ്ണുങ്ങളെ അങ്ങനെ പറയാൻ കാരണം? സ്ത്രീകളാണ് ആ മേഖലയിൽ കൂടുതൽ മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്വഭാവക്കാരായ ആണുങ്ങളുണ്ടെങ്കിൽ അവർക്കും ഈ നിയമം ബാധകമാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇസ്ലാം പറഞ്ഞു സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ അവരുടെ നിത്യജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിക്കേണ്ട വൃത്തിയുടെ ഭാഗമാണ് ഇസ്തിഹ്ദാദ്, ഗുഹ്യരോമം നീക്കം ചെയ്യണം. പ്രായപൂർത്തിയായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളതാണല്ലോ, അത് നീക്കം ചെയ്യണം. അതുപോലെ തന്നെ നത്ഫുൽ ഇബ്ത്, കക്ഷരോമം നീക്കണം, പറിച്ചെടുക്കണം, കളയണം. വതഖ്ലീമുൽ അദ്ഫാർ, തഖ്ലീമുൽ അദ്ഫാർ, നഖം വെട്ടി വൃത്തിയാക്കണം. വഖസ്സുശാരിബ്, മീശ വെട്ടി ചെറുതാക്കണം. ഇതെല്ലാവരോടും കൽപ്പിച്ചു. അപ്പൊ ഇസ്തിഹ്ദാദ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ 40 ദിവസത്തിലപ്പുറം വൈകരുത് എന്ന് കൂടി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 40 ദിവസമൊക്കെ മാക്സിമം ആവാം, അതിലപ്പുറം ഇങ്ങനെ വൈകിച്ച് നമ്മൾ അങ്ങനെ ഒരു വൃത്തികെട്ടൊരു സംസ്കാരത്തിന്റെ ആളുകളായി മാറരുത്. മുസ്ലിമിന് ഓരോ കാര്യത്തിലും കണിശമായ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചെന്ന രൂപമാണ്. ഫാഷന്റെ പേരിൽ ആളുകൾ മീശ വെട്ടാതാകും, നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ സ്ത്രീകൾക്കിടയിലൊക്കെ കാണുന്നൊരു ഫാഷനാണ് നഖം ഇങ്ങനെ വളർത്തും. നഖം ഇങ്ങനെ നീട്ടി വളർത്തിയതിൽ ഇങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് അങ്ങനെ ഭംഗിയാക്കി കൊണ്ടു നടക്കുന്ന സമ്പ്രദായം പാടില്ല സഹോദരിമാരെ. ഒരു നിലക്കും ഏതെങ്കിലും ഞങ്ങൾ ചെറിയവരിലെങ്കിലും ചെയ്തോട്ടെ, തള്ളവരിലെങ്കിലും ചെയ്തോട്ടെ, ഒന്നും പാടില്ല. കാലിന്റെയോ കയ്യിന്റെ ഒരൊറ്റ നഖവും നീട്ടിവിടാൻ പാടില്ല. 40 ദിവസത്തിലപ്പുറം, ഇതിനാ 40 ദിവസമൊന്നും വരില്ല, അപ്പോഴേക്കും ഒരുപാട് വൈകും. ആഴ്ചതോറും നഖം വെട്ടി വൃത്തിയാക്കുക. അതേ അവസരത്തിൽ ഗുഹ്യരോമങ്ങളും കക്ഷത്തിലതൊക്കെ മാക്സിമം 40 ദിവസം അതിലപ്പുറം വൈകിക്കരുത്. ഇതൊക്കെ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളാണ്. സ്വകാര്യ ജീവിതങ്ങളിൽ പലപ്പോഴും അറിയപ്പെടാതെ പോകുന്ന നിയമങ്ങളാണ്. അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലാഹു പശ്ചാത്താപം മുഖേന അകം ശുദ്ധിയാക്കുന്നവരെയും
അതുപോലെ തന്നെ ബാഹ്യമായ ശരീരം, വസ്ത്രം, എല്ലാ കാര്യങ്ങളിലുമുള്ള ശുദ്ധിയും വൃത്തിയും പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദിനചര്യകളിൽ, നമ്മുടെ നിത്യജീവിതങ്ങളിൽ ആവശ്യമായ നിലക്ക് ഇസ്ലാമികമായ സമ്പ്രദായങ്ങൾ നമ്മുടെ വേഷവിധാനങ്ങളിലും പാലിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഒരു ഹറാമ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഉയരാൻ എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഇസ്ലാമികമായ നിയമങ്ങളോട് കൂറ് പുലർത്തുന്ന, ആദരവ് പ്രകടിപ്പിക്കുന്ന, ആ നിലക്ക് അവിടുത്തോട് മഹബ്ബത്ത് നിലനിർത്തുന്ന, അള്ളാഹുവിൻ്റെ സ്നേഹം അർഹമായി തീരുന്ന നല്ലവരായ സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം എല്ലാം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.